Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് 5G ഡിവൈസായ റെഡ്മി 13C ആണ്. അപ്പോൾ റെഡ്മി 12 എന്ന് പറഞ്ഞ ഒരു 5G അഫോർഡബിൾ ഡിവൈസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നത് വളരെ ഹിറ്റായ ഒരു മോഡലാണ്. നല്ല ഒരു ഡിവൈസാണ്. കാരണം ആ പ്രൈസ് കാറ്റഗറിയിൽ നല്ലൊരു പെർഫോമൻസും അതേപോലെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്പൊക്കെ ആയിട്ട് വന്ന് ഒരു അടിപൊളി ഡിവൈസ് ആയിരുന്നു. അതേപോലെ തന്നെ അത് നല്ലവണ്ണം സെയിലും ആയ ഒരു ഡിവൈസാണ് 5G ഡിവൈസ്. അതൊരു 15,000 to 10,000 ഗ്യാപ്പിലാണ് വന്നത്. അറൗണ്ട് 11,000 to 12,000 റേഞ്ചിലാണ് ആ ഡിവൈസ് സെയിലായത്. അപ്പോൾ റെഡ്മി 12 ശേഷം വീണ്ടും ഒരു അഫോർഡബിൾ കാറ്റഗറിയിലാണ് റെഡ്മി 13C വരുന്നത്. അപ്പോൾ റെഡ്മി 13Cയിൽ അടിപൊളി കുറേ ഫീച്ചേഴ്സിൻ്റെ എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് പ്രോബ്ലി ഇപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ബേസ് വേരിയൻറ്റ് തുടങ്ങുക എന്നാണ് എൻ്റെ ഒരു ഗസ്. പ്രോബ്ലി ആ ഒരു റേഞ്ചിൽ ഒരു 10,000 റുപ്പീസ് പ്രൈസ് കാറ്റഗറിയിൽ വരാനാണ് ചാൻസ്. കാരണം റെഡ്മി 12 ഇതേപോലെ നല്ല ഒരു കാറ്റഗറിയിലാണ് വന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രോബ്ലി ഒരു 10,000 റുപ്പീസിന് താഴെ വരാനാണ് ചാൻസ്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ പ്രൈസിങ് അറിയില്ല. പ്രോബ്ലി 2 ദിവസത്തിനകത്ത് അനൗൺസ് ചെയ്യുമ്പോഴേ പറയുള്ളൂ. പക്ഷേ ഇത് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 4 128, 6 128, 8 256 അങ്ങനെ 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ബോക്സിനുണ്ടല്ലേ വളരെ കളർഫുള്ളായ ഒരു റെഡ് കളർ ബോക്സാണ്. 13C എഴുതിയതാണ്. അതേപോലെ റെഡ്മി 13C 5G താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ റെഡ്മി 13Cൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് റെഡ്മി 13C. നമ്മൾ കിട്ടിയിരിക്കുന്നത് 256GB സ്റ്റോറേജ് ആണ്. 16GB റാം ആക്ച്വലി വേരിയൻ്റ് ഇല്ല, അത് വെർച്വൽ റാം അടക്കമാണ്. അപ്പോൾ 8+8 ആണ് വരുന്നത്. പിന്നെ 13C 5G എഴുതിയാണ്. ഇവിടെ ഡിമെൻസിറ്റി 6100 5G ചിപ്പാണ്. സ്റ്റാർ ട്രെയിൽ ഡിസൈൻ, ആ ഡിസൈനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് യൂഷ്വൽ സ്റ്റഫ് കാണാം. 5G MediaTek ഡിമെൻസിറ്റി 6100 പ്രോസസർ, അപ് ടു 16GB റാം എഴുതിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർ ട്രെയിൽ ഡിസൈൻ, സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. 50 MP AI ഡ്യുവൽ ക്യാമറ, ക്ലാസിക് ഫിലിം ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്. 18 watt ചാർജിങ് ഉണ്ട്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാർജ് 90 Hz ഡിസ്പ്ലേന് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സ്റ്റാർ ട്രെയിൽ സിൽവർ എന്നാണ്. 256GB വേരിയൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാം. ബായി തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഡിവൈസാണ് കാണുന്നത്. അപ്പോൾ ഡിവൈസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബോക്സിൽ പിന്നെ വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു മാനുവലാണ്. മാനുവലിനകത്ത് നമുക്ക് കണ്ടില്ല ട്രിപ്പിൾ സ്ലോട്ടാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്. സാർ വാല്യൂ 0.858 ഹെഡും ബോഡി 863 ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജർ കേബിളാണ്. USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്കൊരു അഡാപ്റ്ററാണ്. ഇത് 18 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് 18 watt ആണ് വരുന്നത്, ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർ ട്രെയിൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ഡിസൈൻ കണ്ടു, ഒരു പാറ്റേൺ കാണാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈറ്റ് കുറച്ച് കണ്ടില്ലേ, ഒരു പാറ്റേൺ കണ്ടോ. അതിനൊപ്പം തന്നെ ഒരു സ്റ്റാർ ഡിസൈൻ കണ്ടില്ലേ, ഒരു കുറച്ച് ഡോട്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ ഡിസൈനാണ് ആക്ച്വലി. ഈ സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരു സ്റ്റാർ ട്രെയിൽ ഡിസൈൻ. പിന്നെ ഒരു ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ലൈൻസ് കാണാം, പാറ്റേൺ കാണാം. അപ്പോൾ നല്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സൈഡിലേക്കാണ് പാറ്റേൺ. അപ്പോൾ അതാണ് ആ ഡിസൈനിൻ്റെ ആസ്പെക്റ്റ്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാന്ന് പറയുന്നില്ലേ, നിറച്ച് പാറ്റേൺസ് കാണാം. അപ്പോൾ ക്രോസ് 2 സൈഡിലായിട്ടാണ് പാറ്റേൺസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊരു നല്ലൊരു ലുക്ക് ഉണ്ട്. ഇതിനകത്ത് 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ഇതൊരു സിൽവറാണ്, സിൽവർ സ്റ്റാർ ട്രെയിൽ ഗ്രീനും ഉണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളറാണ്. പിന്നെ ഇത് 8.19 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ നല്ലൊരു തിക്നെസ് ആണ്, വളരെ സ്ലിം ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ 195 grams ആണ് വരുന്നത്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു അത്ര ഒരു ഹെവി ഒന്നുമല്ല. കാരണം ഇത് 6.74 inches ലാർജ് ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, കയ്യിൽ തന്നെ നല്ല ലാർജ് ഡിസ്പ്ലേ ആണ്. എന്നാൽ പോലും 195 grams ആണ്. അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസ് അല്ല, നല്ലൊരു ഇൻ ഹാൻഡ് ഫീലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതിനൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 3.5 mm ഓഡിയോ ജാക്ക് മുകളിലും താഴെ USB Type-C പോർട്ടും മൈക്രോഫോണും സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം കാർഡ് കാണാം. അത് ഡെഡിക്കേറ്റഡ് SD കാർഡും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 50 MP AI ക്യാമറ, പിന്നെ ഡെപ്ത് സെൻസറും, പിന്നെ Redmi 5G എഴുതിയാണ്. AI ക്യാമറ, ഇവിടെ ഫ്ലാഷ് ലൈറ്റും കാണാം. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഫ്രണ്ട് പാനലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്, പഞ്ച് ഹോൾ അല്ല. പിന്നെ താഴത്തെ ബെസൽസ് കുറച്ച് അധികം ഉണ്ട്. പക്ഷേ ഇത് എഗെയിൻ ഇതൊരു
ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വലിയ കോംപ്രമൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് എന്നല്ല, നല്ലൊരു മെറ്റീരിയൽ ഫീൽഡ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു റെഡ്മി നല്ലൊരു ഡിസൈനും അതേപോലെ ഒരു നല്ല ഇൻ ഹാൻഡ് ഫീലുമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡിസൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്കൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ബഡ്ജറ്റ് സെഗ്മെന്റിലായതുകൊണ്ട് തന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കുഴപ്പമില്ല. 10,000 rupees താഴെ വരുന്ന ഒരു HD+ ഡിസ്പ്ലേ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അതും അഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ചില ഫോൺസിലുണ്ട് പഞ്ച് ഹോൾ, എങ്കിലും ഇവിടെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് ആണ്. ഇത് 5G ഡിവൈസ് ആണെന്ന് കൂടെ ആലോചിക്കണം. കാരണം 4G ഡിവൈസിലാണ് പൊതുവെ പഞ്ച് ഹോളൊക്കെ ഇപ്പോഴും വരുന്നത്. പക്ഷേ 5G ഡിവൈസിൽ അങ്ങനെ കുറച്ച് ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം 5G ഡിവൈസസ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേനകത്ത് എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കളേഴ്സാണ്, നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. ഇതുണ്ടല്ലേ നല്ലൊരു ടച്ച് റെസ്പോൺസും നല്ല വൈബ്രൻറ്റ് കളേഴ്സായിട്ട് എനിക്ക് തോന്നിയത്. അതിനൊപ്പം തന്നെ നമുക്ക് അപ് ടു 600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 450 nits ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, അപ് ടു 600 nits വരെ പോകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ് വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. ഈവൻ ഇതൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയിട്ട് പോലും നല്ലൊരു കളേഴ്സാണ്, പഞ്ചി കളേഴ്സാണ്. നമുക്ക് തോന്നുന്നില്ല ഇതൊരു HD+ ആണ്, അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് 3 സപ്പോർട്ടും ഉണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ലൊരു സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ്. അപ്പോൾ നല്ല റെസ്പോൺസീവ് UIയും കൂടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 Hz ആണ് വരുന്നത്. പിന്നെ TUV ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നുമില്ല. പ്രോബ്ലി വാട്ടർ ഡ്രോപ്പ് നോച്ചുകൊണ്ട് ഈ ബെസൽ കുറച്ച് കൂടുതലാണ്, എങ്കിലും ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് അത് വലിയൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് പറയാം. ഈവൻ മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലതാണ്. കാരണം കളേഴ്സൊക്കെ നല്ല പഞ്ചി ആൻഡ് വൈബ്രൻ്റ് ആയതുകൊണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങളൊരു 5G ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ഒരു ഡിസ്പ്ലേ എന്ന് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് MIUI 14 ആണ് വരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ Android 13 ഇപ്പോഴും ഉള്ളൂ എന്ന് പറയുന്നില്ല. കാരണം Android 14 ഇറങ്ങിയിട്ട് അധികമായിട്ടില്ല. പ്രോബ്ലി Android 14 കൊടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ബഡ്ജറ്റ് ഡിവൈസ് ആണ്, കുറച്ച് കോംപ്രമൈസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണമാണ് Android 13 ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ UI നോക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലർ MIUI കിട്ടുന്ന UI ഒക്കെ തന്നെയാണ്. ബോട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ MIUI 14, ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. അതേപോലെ പാച്ച് ഒക്ടോബറിലെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ Dimensity 6100+ ഒക്ടോകോർ 2.2 GHz പ്രോസസ്സറാണ്. ഇതിന് 8GB RAM ആണ് വരുന്നത്. പിന്നെ 4GB 6GB RAM ഉള്ള വേരിയൻ്റ് ഉണ്ട്. MIUI ആണ് 14.0.1 ആണ് വരുന്നത്. പിന്നെ UIയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലറായി കിട്ടുന്ന എല്ലാ UI എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവുന്നത് തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ലാഗ്സോ ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് റെഗുലർ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MIUIൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ബ്ലോട്ട്വെയർസിൻ്റെ കാര്യം വരുമ്പം ഡെഫിനറ്റ്ലി കുറച്ച് അധികം ബ്ലോട്ട്വെയർസ് ഇതുണ്ടല്ലേ, ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത്. ഇത് ആക്ച്വലി മോർ ഓർലെസ് ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്ക് സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, ഫോൺ പേ, ലിങ്ക്ഡിൻ അങ്ങനെ കുറച്ച് ആപ്സും പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട്. പക്ഷേ ഗെയിംസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. എങ്കിലും അത് ബ്ലോട്ട്വെയർസ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചധികം ഗെയിംസ് ഉണ്ട്. 1, 2, 3, ഒരു 4, 5, 6, 7, 8, 9, 10ഓളം ഗെയിംസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാമായിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എഗെയിൻ റെഡ്മീൻ്റെ ബഡ്ജറ്റ് ഡിവൈസിലൊക്കെ വരാറുണ്ട്. ഇൻഫാക്ട് റെഡ്മി മാത്രമല്ല ഒട്ടുമിക്ക ബഡ്ജറ്റ് ഡിവൈസസിൽ നമ്മൾ ബ്ലോട്ട്വെയർസ് കാണാറുണ്ട്. ബഡ്ജറ്റ് മാത്രമല്ല ഈവൻ പ്രീമിയം ഡിവൈസസിൽ വരെ ബ്ലോട്ട്വെയർസ് കാണാറുണ്ട്. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് വേറെ ഒരു നല്ല കാര്യം എന്ന് പറയാവുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. എനിക്ക് ലാഗ്സോ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം Dimensity 6100+ എന്ന് പറഞ്ഞത് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസാണ്. അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഗ്സോ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഡേ ടു ഡേ യൂസേജിൽ ഒന്നും തന്നെ ലാഗ്സോ അങ്ങനെ ഹിക്കപ്സ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ല സ്മൂത്ത് പെർഫോമൻസ്, ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു സ്മൂത്ത് പെർഫോമൻസ് ഡെഫിനറ്റ്ലി Dimensity 6000 സീരീസ് ഡിവൈസ് പ്രോസസ്സർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 4GB 6GB 8GB RAM ആണ്. പ്രോബ്ലം ഞാനൊരു സജസ്റ്റ് ചെയ്യുന്ന 6GB RAM എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലതായിരിക്കും അതാണെന്ന് തോന്നുന്നു. 4GB കുറച്ചൊരു എൻട്രി ലെവൽ ആയതുകൊണ്ട് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 4GB എടുക്കാവൂ, അല്ലെങ്കിൽ 6GB എടുക്കാം. പിന്നെ 120GB സ്റ്റോറേജ് ബൈ ഡിഫോൾട്ട് എല്ലാ ഫോണിലും എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. ടോപ്പ് എൻഡ് 256 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 128 ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷനും അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ക്രീനിലേക്ക് ഒരു സെറ്റിങ്സിൽ നിന്നൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ
ഇതിനകത്ത് ലാഗ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നത്. 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 5G എയർടെലും ജിയോ ഇതിനകത്ത് യൂസ് ചെയ്യുക. ഡ്യുവൽ 5G സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിലൊന്നും തന്നെ ഒരു ഇഷ്യൂസും ഞാൻ കണ്ടില്ല. പിന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ വൈഫൈ സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. പിന്നെ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ UFS 2.2 സ്റ്റോറേജ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജ് ആയിട്ട് തോന്നുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്, ആക്സലറോമീറ്റർ ഉണ്ട്, ഇലക്ട്രോണിക് കോമ്പസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 50 മെഗാ പിക്സൽ ക്യാമറയാണ്, ഒരു ഡ്യുവൽ ക്യാമറയാണ്, പിന്നെ ഒരു ഡെപ്ത് സെൻസറാണ്, പിന്നെ ഒരു 5 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറ, F2.2 ആണ് ഫ്രണ്ട് ക്യാമറയിൽ. പിന്നെ റിയർ ക്യാമറയിലാണെങ്കിൽ നമുക്ക് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്, 50 മെഗാ പിക്സൽ മോഡുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ടഡ്. അതൊരു ബഡ്ജറ്റ് ഡിവൈസിൽ അത്യാവശ്യം വേണ്ട ഒരു 30 FPS സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം റെഡ്മി എന്താ പറയുക റെഡ്മി 13 5G എടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ തരുന്നത്. അപ്പോൾ ഒരു എൻട്രി ലെവൽ ഫോൺ എന്നുള്ള നിലയ്ക്ക് നല്ല ഒരു 5G ഡിവൈസിനും അതേപോലെ അത്യാവശ്യം ഭേദപ്പെട്ട ക്യാമറ എക്സ്പീരിയൻസും നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാമറയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 18 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 18 watt ചാർജിങ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 2.5 hours ഒക്കെ എടുക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ചാർജിങ് സ്പീഡൊക്കെ തന്നെ സാധാരണ കിട്ടാറുള്ളൂ. ചില ഫോൺസിലുണ്ട് കുറച്ചും കൂടെ, എങ്കിലും 18 watt ചാർജിങ് ഉണ്ട്. ചാർജർ ബണ്ടിൽഡാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇതൊരു 6 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 5000 mAh സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ആണല്ലോ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഒരു 1.5 ദിവസമൊക്കെ നമുക്ക് റെഗുലർ യൂസേജിൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ ഫുൾ ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. എങ്കിലും നല്ലൊരു ബാറ്ററി ലൈഫ് ആണ് എനിക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിൽ കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 13C 5Gൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്കൊന്ന് നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു എൻട്രി ലെവൽ 5G ഡിവൈസ് എന്നുള്ളതിൽ വലിയ കോംപ്രമൈസസ് ഒന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, അതേപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് Dimensity 6100+ ചിപ്പ് നല്ലൊരു പെർഫോമൻസ് ആണ്. പിന്നെ ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിൻ്റെ ഒരു ഡീസൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ്രോയിഡ് 14 ഇല്ല എന്നുള്ള ഒരു പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാന്നുള്ളതാണ്. അതൊന്നും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. പിന്നെ പ്രൈസിംഗ് ആണ് അറിയാത്തത്. നമുക്ക് 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 4128, 6128, 8256 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് പ്രോബബ്ലി 10,000 rupees താഴെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ റെഡ്മി 13 5Gൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസിനെ കുറിച്ച്? നല്ലതാണോ അതോ എന്താണ് ഇതിൻ്റെ പോരായ്മ? എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.